ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൻ്റെ ഒരു ചെറിയൊരു പോർഷനുകളുണ്ട്. ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് ഒന്നുകൂടെ ഞാൻ പറയാം. വേരിയബിൾസ് ആൻഡ് ടൈപ്സ് എന്താ നമ്മൾ നോക്കി, അതിൻ്റെ അകത്ത് നമ്മൾ കീവേഡ്സ് എന്താ നമ്മൾ ചെക്ക് ചെയ്തു. ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്താണ്, ഈ ഒരു പൈത്തൺ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ്. അതൊരിക്കലും നമുക്ക് വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ (1) എന്നൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന കീവേഡാണ് അതൊക്കെ. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്നുള്ളതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ x is equal to 1.0 ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കും. മൈ വേരിയബിൾ is equal to 12.2 എന്നൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് ആ ഒരു സംഭവം ഏത് ടൈപ്പാണ്, ഇൻറ്റിജർ ആണോ, ഫ്ലോട്ട് ആണോ, ബൂളിയൻ ആണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 1.0 എന്ന് കൊടുത്തതുകൊണ്ട് അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ആയിരിക്കും. ഇനി നമ്മൾ 1 എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. അപ്പം അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ അസൈൻ ചെയ്യാത്ത വേരിയബിൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊരിക്കലും പ്രിൻ്റ് ചെയ്യത്തില്ല. ദെൻ ഫണ്ടമെൻ്റൽ ടൈപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻറ്റിജർ എന്താണ്, x is equal to 1 അതൊരു ഇൻറ്റിജർ ആണ്. അപ്പോൾ ദെൻ x is equal to 2.0 അപ്പോൾ അതൊരു ഫ്ലോട്ടാണ്. ദെൻ ടൈപ്പ് b1 is equal to true false എന്നൊക്കെ പറയുന്നത് എന്താണ്, ബൂളിയൻ ഓപ്പറേഷൻ ആണ്. ദെൻ 1 - 2j അതെന്താണ്, കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ അതിൽ ഇമാജിനറി മാത്രം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ x ഡോട്ട് ഇമാജ്. ഇനി റിയൽ പാർട്ട് നമുക്ക് മാത്രം എടുക്കണമെങ്കിൽ x ഡോട്ട് റിയൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ x ഡോട്ട് റിയൽ എന്നാണ് കൊടുക്കുന്ന വിചാരിച്ചോ, x ഡോട്ട് റിയൽ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, 1 എന്നുള്ള വാല്യൂ കിട്ടും. x ഡോട്ട് ഇമാജിൻ എന്ന് കൊടുക്കുമ്പോൾ ഉടനെ അവിടുത്തെ ഇമാജിനറി പാർട്ട് എന്താണോ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇമാജിനറി പാർട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഇതിൻ്റെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് x എന്താണെന്നുള്ളത് നമുക്ക് അസൈൻ ചെയ്യാം. x is equal to എന്താണ്, 1 - 1j എന്ന് കൊടുത്തു. ദെൻ കണ്ടോ -1 എന്നുള്ളത് വന്നു. ഓക്കെ. ദെൻ ടൈപ്പ് യൂട്ടിലിറ്റി ഫംഗ്ഷന് ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ മിസ്റ്റേക്ക് വന്നത് ഒരു പക്ഷേ നമ്മൾ x എന്നുള്ള അസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി അത് റൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ദെൻ ടൈപ്പ് യൂട്ടിലിറ്റി ഫംഗ്ഷന് ഇമ്പോർട്ട് ടൈപ്സ്, പ്രിൻ്റ് ഡയറക്റ്റീവ് ടൈപ്സ്. അപ്പോൾ ടൈപ്സ് എന്നുള്ള ഡയറക്ടറിക്കകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് ഈ ടൈപ്പ് എന്നുള്ള ഡയറക്ടറിയിൽ. ദെൻ നമ്മൾ അടുത്തത് x is equal to 1 എന്ന് കൊടുത്തു. ടൈപ്പ് ഓഫ് എന്താണെന്ന് ചോദിച്ചു, ടൈപ്പ് ഓഫ് x is int ആണോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി, റൺ ചെയ്തപ്പോൾ നമുക്ക് ഫോൾസ് എന്ന് കിട്ടി. ഇതെന്താണ്, x is equal to ഫ്ലോട്ട് അല്ലേ, ഇത് 1.0 എന്നല്ലേ, അപ്പോൾ എന്താ അത് ഫ്ലോട്ടാണ്. അപ്പോൾ ഫ്ലോട്ട് ആയതുകൊണ്ട് ടൈപ്പ് ഓഫ് x is int എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് വരുന്നത്, ഫോൾസ് എന്ന് വരും. ഇത് ഈസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ്. ഇൻറ്റിജർ ആണോ എന്ന് ചോദിച്ചേക്കുവാണ്. ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കും, ഈസ് ഇൻസ്റ്റൻസ് x, ഫ്ലോട്ട് ആണല്ലോ, അപ്പോൾ എന്ത് കിട്ടും, ട്രൂ എന്നുള്ളത് കിട്ടും. ദെൻ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ x is equal to 1.5 അപ്പം പ്രിൻ്റ് x, ടൈപ്പ് ഓഫ് x എന്ന് വെച്ചാൽ x പ്രിൻ്റ് ചെയ്യും, 1.5 പ്രിൻ്റ് ചെയ്തു. ടൈപ്പ് എന്താണ്, ഫ്ലോട്ട് എന്നുള്ളത് വരികയും ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അതായത് x is equal to ഇൻറ്റിജർ ഓഫ് x. ഇപ്പോൾ x ഓൾറെഡി എന്താണ്, ഫ്ലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റ് ഓഫ് x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരാൻ പോകുന്നത്, ഇൻറ്റ് ഓഫ് x എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1.5 നിങ്ങൾ ഇൻറ്റിജർ ആക്കുകയാണെങ്കിൽ അതെന്തായി മാറും, അപ്പോൾ പോയിന്റ് ഒന്നും ഇല്ല പിന്നെ അവിടെ. അപ്പോൾ പിന്നെ എന്താണ് അവിടെ 1, അപ്പം 1 എന്ന് കിട്ടി. ദെൻ അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്, ടൈപ്പ് എന്താണ്, ഇൻറ്റിജർ. ദെൻ z is equal to കോംപ്ലക്സ് ഓഫ് x. അപ്പോൾ നമ്മൾ x എന്നുള്ളത് 1.5 എന്നുള്ളത് എന്താക്കി മാറ്റി, 1 ആക്കി മാറ്റി. ഇനി അതിനെ ഞാൻ വേണമെങ്കിൽ നമുക്കിവിടെ x is equal to കോംപ്ലക്സ് ഓഫ് x എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ x തന്നെ മാറിപ്പോവും. അപ്പോൾ അതിന് പകരം ഞാൻ ഇസഡിലേക്ക് അത് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ z is equal to കോംപ്ലക്സ് ഓഫ് x എന്ന് കൊടുത്തു. പ്രിൻ്റ് ഇസഡിനെ പ്രിൻ്റ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 1 എന്നുള്ള ഇപ്പോൾ കിട്ടിയതിനെ ഞാൻ എന്താക്കി മാറ്റി, കോംപ്ലക്സ് ആക്കി മാറ്റി. കോംപ്ലക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, നമുക്കറിയാം. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a plus
BJ എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് മാറി. അപ്പോൾ എന്താ 1 + 0j. കാരണം എന്താണ്, അവിടുത്തെ റിയൽ പാർട്ടും ഉണ്ട്, കോംപ്ലക്സ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അപ്പോൾ 0j. അപ്പോൾ എന്ത് കിട്ടി? കോംപ്ലക്സ് എന്ന് കിട്ടി. ഇനി ആ കോംപ്ലക്സിനെ നിങ്ങൾ ഫ്ലോട്ട് ആക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഞാൻ x = float of z എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്? എറർ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ദെൻ y = ബൂളിയൻ ഓഫ് z ഡോട്ട് റിയൽ. ഇപ്പൊ z എന്നുള്ളതിൻ്റെ അകത്ത് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. റിയൽ പാർട്ടിൻ്റെ അകത്ത് 1ഉം ഇമാജിനറി പാർട്ടിൻ്റെ അകത്ത് 0യും ആണുള്ളത്. നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ അകത്ത് ചെയ്ത് കിട്ടിയതിൻ്റെ അകത്ത് 1 + 0j എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ 1 + 0j എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? റിയൽ പാർട്ട് 1ഉം ഇമാജിനറി പാർട്ട് 0. അത് ബൂളിയനിലാണെങ്കിൽ അതെന്തായി മാറി? 1 എന്ന് പറയുന്നത് എന്താണ്? ബൂളിയനെ സംബന്ധിച്ചിടത്തോളം ട്രൂവും ബൂളിയനെ സംബന്ധിച്ചിടത്തോളം 0 എന്ന് പറയുന്നത് എന്താണ്? ഫോൾസും ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്? y-ക്കകത്ത് എന്ത് വരും? y = z ഡോട്ട് റിയൽ. അപ്പോൾ എന്തായിരിക്കും? ട്രൂ എന്നുള്ളത് ഇവിടെയും വരും. അപ്പോൾ പ്രിന്റ് z ഡോട്ട് റിയൽ. അപ്പോൾ എന്ത് കിട്ടി? y = 1 എന്ന് കിട്ടി. ദെൻ അതായത് പ്രിന്റ് ചെയ്ത് എന്തൊക്കെയാണ്? z ഡോട്ട് റിയൽ. z ഡോട്ട് റിയൽ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ദെൻ ഇതെന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിൽ ഇട്ടത് നമുക്ക് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു ആരോ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഡബിൾ കോട്ട്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യുന്നു. അതാണ് വന്നേക്കുന്നത്. മനസ്സിലാവില്ല, അത് കമാൻഡ് ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഡബിൾ കോട്ട്സിൽ ഇട്ട് അതൊരു സ്ട്രിങ് ആയിട്ട് എടുക്കും. അതായത് അത് അതുപോലെ പ്രിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ദെൻ y എന്ന് പറയുന്നത് എന്താണ്? ബൂളിയൻ ഓഫ് എന്നുള്ളതല്ലേ. ബൂളിയൻ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ 1നെ എന്താക്കി? ബൂളിയൻ ആക്കി മാറ്റി. അപ്പം y = ട്രൂ. ദെൻ അപ്പോൾ വൈയുടെ ക്ലാസ് എന്താണ്? ടൈപ്പ് എന്താണ്? ബൂളിയൻ എന്നുള്ളതാണ് വൈയുടെ ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ വീണ്ടും y = ബൂളിയൻ ഓഫ് z ഡോട്ട് ഇമാജിൻ. ഇമാജിനറിയിൽ എന്താണുള്ളത്? ഇപ്പം നമ്മുടെ കയ്യിൽ 0 ആണുള്ളത് അല്ലേ. അപ്പോൾ 0 എന്നുള്ളതിൻ്റെ ബൂളിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾസ്. അപ്പോൾ ആദ്യം z ഡോട്ട് ഇമാജ് 0 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ദെൻ ഡബിൾ കോട്ട്സിലുള്ളത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്തു. ദെൻ y എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ്, ക്ലാസ് ബൂളിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, then we will discuss about operators and comparison in the next class. So thank you.